രണ്ട് ഇത് കാണിക്കുന്നു. അപ്പൊ അത് ആര്യന് അതിൽ രണ്ട് ഇതുണ്ടല്ലോ, അതിന് എന്തെങ്കിലും ബോക്സിങ്, അതിലും ബോക്സിങ് തന്നെയാണ്. അപ്പൊ ആര്യ വരുന്നത് ഇതുപോലെ ഒരു ബോക്സറായിട്ട് വരുന്നു, പിന്നെ ഫാമിലി മാൻ ആവുന്നു. ഇത് നമ്മൾ ജസ്റ്റ് ഇറങ്ങി വെച്ച് നോക്കുമ്പോൾ രണ്ടും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബോക്സിംഗ് കൂടാണ് സർപ്പട്ട പരമ്പര. അപ്പൊ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ. ഞാനത് കണ്ടിട്ടായിരിക്കും ഇതൊക്കെ എടുക്കുന്നത്. റെഫറൻസ്, പ്യുവർ റെഫറൻസ് പിടിക്കാൻ പറ്റൂലല്ലോ, കാരണം എല്ലാവരും കോമൺലി കണ്ടിട്ടുണ്ട്, കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിന്റെ കോൺസെപ്റ്റ് ഓഫ് തവീസ് ഐഡിയ ഈസ് ജെനുവിൻ. തവീസിന്റെ ഐഡിയ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അതാണ് എനിക്കും ഞങ്ങൾക്കൊക്കെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ കിട്ടിയത്. അപ്പൊ ആ ഐഡിയ ഭയങ്കര ഫ്രഷ് ആണ്. പിന്നെ അതിലേക്ക് ഒരു കഥ പറഞ്ഞു വരുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ റെഫറൻസുകൾ, ഒരുപാട് റെഫറൻസ് അങ്ങനെ ഇല്ല. കാരണം ആ സിനിമ ഡിഫറെന്റ് തന്നെയാണ് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ദാവീദ് നാളെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാരും മൂവി കാണണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലെങ്കിലും എന്തെങ്കിലും പോയി കാണണം. അല്ലെ ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടൂല. താങ്ക് യു. ഇല്ല, അതുകൊണ്ടാണല്ലോ ഷെയർ ചെയ്തത്. ഞാൻ മീഡിയ റെസ്പോൺസ് ആ പേജോടെ പ്രൊമോഷൻ 5 പേർക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ദിവസങ്ങൾ വന്നോളൂ. സോ റിപ്പീറ്റഡ് ആയിട്ട് ഭയങ്കര ബോറിങ്. അതിനകത്ത് അങ്ങനത്തെ ഒരു ചുമ്മാ ഒരു വിഷയമല്ല. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബിഗ് ഇൻഡസ്ട്രി, ഇത്രയും വലിയൊരു ടാക്സ് പേയിങ് ഇൻഡസ്ട്രി കുറിച്ചുള്ള ഒരു ഇതൊക്കെയാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഞാൻ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ആ പേസോടെ ഇന്റർവ്യൂവിലെടുത്ത ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു പ്രസ് മീറ്റ് ദാവീദിൻ്റെ. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇല്ല, വാങ്ങിച്ചാൽ എന്റെ അടുത്ത് പറയാൻ തുടങ്ങി. നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. എല്ലാവരും ചേച്ചി സാധനമായിരുന്നു. അല്ലായിരുന്നു ജസ്റ്റ് കിഡിങ്. JK എല്ലാവരും ഭയങ്കര കൈൻഡായിരുന്നു, ഫണ്ണി ആയിരുന്നു, അടിപൊളിയായിരുന്നു. വെറുതെ മൂവി ആയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ കാണും. സ്റ്റേഡിയമിൽ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ സൈനിൽ മാധവന്റെ ഹെഡ് ബാൻഡ് ഇട്ടിട്ട് ഗാലറിയിൽ ഇരുന്ന് കാണിച്ചപ്പോ മുതല് ജലസായി പോയില്ല. അസൂയ. RDX എല്ലാം